പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, തന്നെയാണോ മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സ് ചെയ്തത്, അതോ ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടിയോ എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് എന്നോട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു, അല്ലാതെ ഉള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പം മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ്, നിസ്സാരമായിട്ട് ആരും കാണണ്ട. ഹാഫ് മോണി വളരെ ഈസി ആയിട്ട് ചെയ്യാം, അവരവർക്ക് തന്നെയൊക്കെ ചെയ്യാം. അത് ഞാനും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. വേറെ ആളുടെ ഹെൽപ്പ് ഉണ്ട്, എനിക്ക് പറഞ്ഞു തന്നു. എങ്കിലും എൻ്റെ ഫോണിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് ഹാഫ് മോണിയെ. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ ഞാൻ ഫുൾ മോണിയുടെ മെയിൽ വന്നപ്പോൾ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴേ എനിക്ക് സ്ട്രൈക്ക് കിട്ടി കേട്ടോ. ഞാൻ ചെയ്ത അഡ്രസ് വെരിഫിക്കേഷനിൽ ഫെയിലായി. 3 പ്രാവശ്യം ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. 3 പ്രാവശ്യവും ഞാൻ തെറ്റിച്ചോ എന്തോ പറ്റി സ്ട്രൈക്കായി, കുറേ ദിവസത്തിന് സ്ട്രൈക്കായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ തന്നെത്താനെ ചെയ്യണ്ട എന്നുള്ളതാണ് കേട്ടോ. ഹാഫ് മോണി ചെയ്യാം, ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഫുൾ മോണി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ടാക്സ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബാങ്കിൽ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയാൻ വയ്യ എങ്കിൽ നമുക്ക് 1-2 പേരുണ്ട് ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ പെയ്ഡാണ്, ഒരുപാട് എമൗണ്ട് ഒന്നുമില്ല, അവനവനെയും കൊണ്ട് താങ്ങാവുന്നതൊക്കെ ഉള്ളൂ. നമുക്ക് ചാനൽ മോണിയായി കിട്ടിയാൽ അതിൻ്റെ വരുമാനമൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് തുക പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ജീവിതകാലത്തേക്കും നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള പ്രക്രിയ തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ അഡ്രസ് വെരിഫിക്കേഷന് ആധാർ ചോദിച്ചു, ആധാർ കാണിച്ചു കൊടുത്തു. അത് ഫെയിലായപ്പോൾ ഞാൻ ഉടനെ ID കാർഡ് കൊടുത്തു. അങ്ങനെ മാറി കൊടുത്തു 3 തവണ കേട്ടോ. ആധാറല്ല, ആദ്യം ഞാൻ ലൈസൻസിൻ്റെ കോപ്പിയാണ് കൊടുത്തത്. അപ്പം അതൊക്കെ എനിക്ക് ഫെയിലായിപ്പോയി. അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തിലായി. 3 മാസത്തേക്കിനാണ് എൻ്റെ ഹാഫ് മോണി കട്ടാക്കി കളഞ്ഞത്. ഹാഫ് മോണി ആയി ഫുൾ മോണി ആയപ്പോഴാണ് ഈ തെറ്റ് പറ്റിയത്. അപ്പോൾ ഹാഫ് മോണി ആയപ്പോൾ എനിക്ക് കുറച്ച് ഡോളറൊക്കെ വന്നായിരുന്നു. ഒന്ന് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, അങ്ങനെയൊക്കെ ലൈവിൽ കൂടി വന്നു. പിന്നെ പരസ്യത്തിൻ്റേത് വരാനാണ് നമ്മൾ $10 കഴിഞ്ഞ് പിൻ സെറ്റ് ചെയ്യണം. അതിനും നമുക്കൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടാക്റ്റുകൾ നിങ്ങൾക്കില്ല എങ്കിൽ എന്നോട് പറഞ്ഞാലും മതി, ഞാൻ തരാം. ഒട്ടുമിക്ക പേർക്ക് ഞാൻ തന്നെ എനിക്കറിയാവുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തു തരാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ, നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ആളുകളുടെ നമ്പർ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാ പേജിൽ ഇത് മെസ്സഞ്ചർ വന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ അതിനുള്ളത് കോണ്ടാക്റ്റ് ചെയ്യിപ്പിച്ച് തരാം കേട്ടോ. എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, ഞാനും മറ്റുള്ളവരെയും കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇനി FB ആണെങ്കിലും എനിക്കൊന്നും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നമുക്കൊട്ടും അറിയത്തില്ല. FBയെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അതും ചെയ്യിക്കണമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ അതിൽ കൈ കടത്താതിരിക്കുക. ട്രൈ ചെയ്യാം. പക്ഷേ ഒട്ടും അറിയത്തില്ല എങ്കിൽ ഒരാളെയും കൊണ്ട് അറിയാവുന്ന ഒരാളെയും കൊണ്ട് ചെയ്യിച്ച് ഫുൾ മോണി നേടിയെടുക്കുക. ഡോളറൊക്കെ കംപ്ലീറ്റ് ആക്കുക. ആദ്യത്തെ $10 ആയിക്കഴിഞ്ഞ് പിന്നിനുള്ള അപേക്ഷ കൊടുക്കുക. അത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഈ ഹാഫ് മോണി കഴിഞ്ഞ് ഫുൾ മോണി കട്ടായതിനു ശേഷമാണ് ഇതൊക്കെ വന്നത്. എനിക്ക് ഒരുപാട് താമസിച്ചു. നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരുടെ സംശയമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ ചെയ്ത രീതിയിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത്ര സിമ്പിൾ കാര്യമല്ല ഫുൾ മോണിറ്റൈസേഷന്. അറിയാവുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നേ ഉള്ളൂ പറയാനൊക്കെ ഉണ്ട്. അപ്പം അടുത്ത വീഡിയോ എത്തുന്നതിലേക്കും ബൈ.